ഹലോ, അസ്സാം വലൈക്കും. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു അമൂറിൻ്റെ തല കറി വെക്കട്ടോ. അപ്പോൾ നോമ്പെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു തലേന്നെ ഫസ്റ്റ് കറി വെക്കാം. നല്ല അമൂറിൻ്റെ തലയാണ് കേട്ടോ. അപ്പോൾ അമൂറിൻ്റെ തല നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കുക. പിന്നെ ചട്ടി വെച്ചു. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ട കേട്ടോ. മീൻ കറിക്കെല്ലാം വെളിച്ചെണ്ണ തന്നെയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എൻ്റെ വെളിച്ചെണ്ണ കഴിഞ്ഞു. നോമ്പിൻ്റെ മുന്നേ ഒരു 2 മാസം മുന്നേറ്റ് കൊണ്ടുപോയി വെച്ച. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കടുകാണ് കേട്ടോ. കടുക് ഇട്ട് കൊടുക്കുക. കടുകല്ല, പിന്നെ ഉലുവ. കടുക് ഞങ്ങൾ ഇടാറില്ല. ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് തക്കാളി, അല്ലുള്ളി അങ്ങനത്തെ ഒരു കാര്യം ഇടുന്നില്ല കേട്ടോ. വെറും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കരിവേപ്പിൻ്റെ ഇലയും മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ 3 കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കുന്നതാണ്. ഉലുവ പൊട്ടിൻ്റെ ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. നല്ല രസമാട്ടോ ഈ തലക്കറി. അപ്പോൾ ഇതിട്ടെടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് വാടി വരട്ടെ. വാടി വരുമ്പോൾ മാത്രം നമുക്ക് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഒരു 1/4 സ്പൂൺ പോലും വേണ്ട, ഒരു നുള്ളു മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. ഓവർ മല്ലിപ്പൊടി ഇടരുത്. നന്നായിട്ട് വാടിയതിൻ്റെ ശേഷം മഞ്ഞൾപ്പൊടിയോ മുളകും പൊടിയോ അതെല്ലാം ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയെല്ലാം നല്ല കളറുള്ള മഞ്ഞൾപ്പൊടിയാണ്. ചിലതൊരു മങ്ങിയ കളറുണ്ടാവും. പിന്നെ മുളകും പൊടി എന്ന് പറഞ്ഞാൽ പിന്നെ ഇതൊരു നുള്ളു മല്ലിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഓവർ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കേണ്ട. ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോടൊന്ന് അഭിപ്രായം പറയാം. പിന്നെ എല്ലാവരും വീഡിയോ ഫുള്ളൊന്ന് കാണണം കേട്ടോ. ഈ കാണാത്ത പോലെ എല്ലാവരും സബ്സ്ക്രൈബറും യൂട്യൂബർ കുറക്കുന്നതെന്ന് പറയുന്നത്. എൻ്റെ കുറഞ്ഞ് വരിക. പിന്നെ ഈ മുളകും പൊടി പൊടിപ്പിച്ചതാണ് കേട്ടോ. നാട്ടിൽ നിന്ന് കൊടുന്നതല്ല, ഇവിടുന്ന് പൊടിപ്പിച്ചതാണ്. അപ്പോൾ ഇതിന് ഭയങ്കര എരിവുണ്ട്, കളറില്ല കേട്ടോ, ഒട്ടും കളറില്ല. ഇനി മറ്റേ കാശ്മീരി മുളകും പൊടി വാങ്ങിയിട്ട് 2ഉം കൂടി മിക്സാക്കി വെക്കണം, എന്നാലേ കളറ് കിട്ടുള്ളൂ. പക്ഷെ നല്ല എരിവുണ്ട്, നല്ല മുളകും പൊടിയാണ്. മുളക് എടുത്തിട്ട് പൊടിപ്പിച്ചതാണ്, അതുകൊണ്ടാണ് കളറില്ലാത്ത. പക്ഷെ നല്ല എരിവുണ്ട്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് പുളിവെള്ളം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എല്ലാവർക്കും അറിയാം, ഞാൻ ഒരുപാട് മീൻ കറി വെക്കുന്നതാണ് തക്കാളി ഇട്ടിട്ട് ഉള്ളി ഇട്ടിട്ട്. ഇതേപോലെ ഒന്നും ഇടാതെ വെക്കും. ഇതിപ്പോൾ നമുക്ക് 2 ദിവസം 3 ദിവസം എല്ലാം പുറത്ത് തന്നെ വെച്ചാലും ഒന്നും ആവില്ല കേട്ടോ. പക്ഷെ തലക്കറി എല്ലാം ആയതുകൊണ്ട് 2 ദിവസം വെക്കാനും ഉണ്ടാവില്ല, വേഗം കഴിയും. തലക്കറി എല്ലാവർക്കും വെച്ചാൽ എനിക്ക് തോന്നുന്നു പെണ്ണുങ്ങൾക്കാണ് കൂടുതൽ തലക്കറി ഇഷ്ടം. മീനിൻ്റെ തലയെല്ലാം ഇഷ്ടം, പെട്ടെന്ന് തീരും കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് പിന്നെ ലാസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല, കൂടണ്ട. ഒന്ന് തിളച്ചൊന്ന് ഇതായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്ര മതി. ഇനി ഇത് നല്ല തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ തല ഇട്ട് കൊടുക്കുക കേട്ടോ. കണ്ട, മുളകും പൊടിക്ക് കളറില്ല. നല്ല മുളകും പൊടിയായിരുന്നു, പക്ഷെ കളറ് ഒട്ടുമില്ല. ഇത് നല്ല മുളക് പൊടിപ്പിച്ചതാണ്. അപ്പോൾ നല്ല തിളച്ചിട്ടുണ്ട്. ഇനി മീൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം നമുക്ക്. നല്ല തലയായിരുന്നു കേട്ടോ. ഇത് അമൂറിൻ്റെ തല മാത്രം വെട്ടിയെടുത്തതാണ്. അപ്പോൾ ഇതൊന്ന് ഇഷ്ടപ്പെട്ട പ്ലീസ് എല്ലാവരും ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അതേപോലെ ഒന്ന് വീഡിയോ ഫുള്ള് നിങ്ങൾ കാണണം. പകുതി കണ്ടിട്ട് കാര്യമില്ല. നമുക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടണമെങ്കിലെല്ലാം നിങ്ങൾ ഫുള്ള് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്താലേ എനിക്ക് എന്തെങ്കിലും ഇതാക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ സബ്സ്ക്രൈബർ ഇങ്ങനെ മൊത്തം കുറഞ്ഞ് വരികയാണ്. കൂടും, 2 ആൾ കൂടും, ആ 2 ആൾ അപ്പം തന്നെ കുറയും. എന്താണെന്ന് അറിയില്ല. നമുക്ക് ഇതിനെപ്പറ്റി യൂട്യൂബിനെ പറ്റി അറിയാത്തതുകൊണ്ട് പിന്നെ
ഒന്നും ഇത് നമുക്ക് പറയാനും പറ്റില്ല. അപ്പോൾ പ്ലീസ് ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് ഫുള്ള് വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക, എന്നെ ഇഷ്ടമുള്ളവർ. അപ്പോൾ ഇതൊന്ന് ഞാൻ നല്ല തിളച്ച് ഒന്ന് വറ്റി വരട്ടെ. അപ്പോൾ ഞാൻ എന്താ പറയണതെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ നല്ല തലക്കറിയും നമ്മളെ പച്ചക്കായ പിന്നെ ഉപ്പേരി പോലെ വെച്ചതുമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് നല്ലൊന്ന് വറ്റി വരണം. വറ്റി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒറ്റിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്ര മതി. ഇനി ആ ചട്ടി കിടന്നിട്ട് തന്നെ നന്ന വന്നിട്ടുണ്ട്, ഒന്നും കൂടി വറ്റി വരും. മൂടി വെക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഒറ്റിച്ച പാടും ഓഫും ആക്കി. ഇനി ഇതാ നമ്മളെ പച്ചക്കായ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പച്ചക്കായ. നല്ല ചുവന്ന മുളകിട്ട് കടുകെല്ലാം പൊട്ടിച്ച് വറവിട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എന്നെ ലൈക്ക് അടിക്കുക. അപ്പോൾ എല്ലാവരോടും സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതിഷ്ടമുള്ളവർ പറയണം കേട്ടോ. ഇത് നമുക്ക് കഞ്ഞീൻ്റെ കൂടെ കഴിക്കാനാണ് ഈ പച്ചക്കായ ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. ചോറ്